നമസ്കാരം. 18 പടികൾ കയറി അയ്യപ്പനെ കാണാൻ വന്നിരിക്കുകയാണ്. എന്നാൽ ഈ 18 പടികൾ ശബരിമലയിലേതല്ല, പിന്നെ എവിടെയാണെന്നല്ലേ പറയാം വഴി. കയറി വന്നാൽ വലതുഭാഗത്ത് ആദ്യം കാണുന്നത് ശ്രീ പരമേശ്വരൻ്റെ പ്രതിഷ്ഠയാണ്. അതിനോട് ചേർന്ന് വലിയൊരു ആൽമരവും കാണാം. ഹൈന്ദവ വിശ്വാസപ്രകാരം ആൽമരം എന്നത് മുകളിൽ ബ്രഹ്മാവും നടുവിൽ വിഷ്ണുവും അടിയിൽ ശിവനുമാണെന്നാണ്. ഈ വലിയ ആൽമരം, ഇതിൻ്റെ പഴക്കം കണ്ടാൽ അറിയാം, ഒരുപാട് വർഷങ്ങളായി ഇവിടെ തന്നെ. ശ്രീ പരമേശ്വരൻ്റെ പ്രതിഷ്ഠ കൂടാതെ ഇവിടെ ഭുവനേശ്വരിയുടെയും ബ്രഹ്മരക്ഷസിൻ്റെയും മാത്രമല്ല ഗോസായി യോഗീശ്വരൻ്റെയും പ്രതിഷ്ഠകൾ കാണാം. ഈ മലയുടെ പേരും ഈ അമ്പലത്തിൻ്റെ പേരും എല്ലാം ഈ അമ്പലത്തിലെ പ്രതിഷ്ഠയുമായി ചേരുന്നതാണ്. കുതിരപ്പുറത്തിരിക്കുന്ന അയ്യപ്പനാണ് ഇവിടുത്തെ പ്രതിഷ്ഠ. അതുകൊണ്ട് തന്നെ ഈ മലയ്ക്ക് കുതിരാൻമല എന്ന് പേര് വന്നു. ഇവിടുത്തെ പ്രതിഷ്ഠയും വിശേഷമാണ് കുതിരപ്പുറത്തിരിക്കുന്ന അയ്യപ്പൻ. അതുകൊണ്ട് തന്നെ ഈ ഇടം മൊത്തം കുതിരാൻമല എന്ന് അറിയപ്പെടുന്നു. പ്രദക്ഷിണം വെച്ച് വരുമ്പോൾ നമുക്ക് കാണാം ഇവിടെ നാഗങ്ങളുടെ പ്രതിഷ്ഠയും നാഗത്തറയും ഉണ്ട്. പണ്ട് പാലക്കാടേക്ക് സഞ്ചരിക്കുമ്പോൾ ഈ കയറ്റം കയറിയ ഈ കുതിരാൻ കയറ്റം കയറിയാണ് നമ്മളെല്ലാവരും സഞ്ചരിച്ചിട്ടുണ്ടാവുക. അന്നത്തെ കാലത്ത് എൻ്റെ ഓർമ്മയിൽ, എൻ്റെ ചൈൽഡ്ഹുഡ് മെമ്മറീസിൽ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, സ്കൂൾ വെക്കേഷനിൽ ഞാൻ നമ്മുടെ അനിയത്തിയുടെ വീട്ടിലേക്ക് പോണ സമയത്ത് സഹയാത്രികളെല്ലാം അവരുടെ പോക്കറ്റിൽ നിന്ന് എടുത്തിട്ട് കോയിൻസ് എടുത്തിട്ട് ഒടുക്കി ഒരുപാടായിട്ടുണ്ട്. അന്നത്തെ കാലഘട്ടത്തിൽ ഈ കയറ്റം കയറി പോവുക ഇറങ്ങി വരിക എന്നുള്ളത് ഒരു വലിയ പ്രഹേളി തന്നെയായിരുന്നു. എപ്പോഴും വാഹനാപകടങ്ങളും ബുദ്ധിമുട്ടുകളും യാത്രാക്കുരുക്കുകളുമായിട്ട് ഒരു നിന്നിരുന്ന സ്ഥലമാണ്. പിന്നെയാണ് ഇവിടെ ടണൽ വരുന്നതും ആൾക്കാർക്ക് സുഖമായിട്ട് ഒരു യാത്ര ഉണ്ടാവുന്നതും. അപ്പം അന്നത്തെ കാലത്ത് സ്ഥിരമായിട്ട് എപ്പോഴും ബസ്സുകൾ സഞ്ചരിക്കുന്നതായിട്ടും ആളുകളുടെ തിരക്കും ഒരുപാടുകൾ ആളുകൾ വാഹനങ്ങളിൽ നിന്ന് പുറത്തേക്ക് വലിച്ചെറിയുന്നതായിട്ടൊക്കെ ഒരു ക്രൗഡഡ് ഏരിയ ആയിട്ടാണ് അന്നൊക്കെ നമ്മളിപ്പോൾ ഈ അമ്പലത്തെ കണ്ടിട്ടുള്ളത്. ഇന്നിപ്പോൾ കാലം മാറി, അവിടെ ഒരു ടണൽ വന്നു, ആൾക്കാരെ കൂടെ സഞ്ചരിക്കാണ്ടേ. അതിലൂടെ സഞ്ചരിച്ചു തുടങ്ങിയ ആളുകൾ ഇതിലൂടെ അധികം ആൾക്കാർ വരാതെ ഈ അമ്പലത്തേക്ക് വരുന്നവർ മാത്രം ഹൈവേയിൽ നിന്ന് യൂ ടേൺ എടുത്തിട്ട് വന്ന് കാണുന്നൊരു സ്ഥലമാണ്. അപ്പോൾ എന്താ വെച്ചാൽ നമ്മൾ പഴയ ഓർമ്മകളുടെ ഭാഗമായിട്ടാണ് നമ്മൾ ഈ അമ്പലം ഒന്ന് വിസിറ്റ് ചെയ്യാനായിട്ട് വന്നത്. ഒരു ഒഴിവുദിനം നോക്കിയിട്ട് നമ്മളൊന്ന് അമ്പലത്തിൽ തൊഴാനായിട്ട് വന്നതാണ്. വന്ന സമയം കുറച്ച് വൈകിപ്പോയി. അപ്പോൾ അമ്പലത്തിൽ ആരെയും കാണാനില്ല, ആളുകളും തിരക്കുകളൊന്നും ഇല്ല. പക്ഷെ എന്നാലും ഒരുപാട് ഓർമ്മകളാണ്. ഇപ്പം ഞാൻ പറയുന്ന മാതിരി നമ്മൾ ശബരിമലയ്ക്കൊക്കെ പോകുന്ന മാതിരി തന്നെയാണ് ഇവിടെ വരുമ്പോൾ നമുക്ക് കിട്ടുന്ന ആ ഒരു ഫീലിങ്സ് എന്ന് പറയുന്നത്. നിറച്ച് കുരങ്ങന്മാരുണ്ട് മരത്തിൻ്റെ മുകളിലൊക്കെ. പിന്നെ കയറി വരുന്ന അവരാ ചെയ്തിട്ടുള്ള 18 പടി എന്നുള്ളത് തന്നെ നമുക്ക് മനോഹരമായിട്ട് തോന്നും. അതുമാത്രമല്ല, കയറി ചെന്ന് കാണുമ്പോൾ അമിനെ തൊഴുന്ന ഭാഗത്ത് തത്വമസി എന്ന് എഴുതി വെച്ചിട്ടുള്ളതും എല്ലാം കൂടി ആ ശബരിമലയുടെ ഒരു ആംബിയൻസ് തന്നെയാണ് നമുക്കിവിടെ ഫീൽ ആവുക. ഈ അമ്പലത്തിൻ്റെ ഓപ്പോസിറ്റായിട്ട്, അതായത് അമ്പലത്തിൻ്റെ മുന്നിലൂടെ കടന്നു പോകുന്ന റോഡിൻ്റെ ഇപ്പുറത്തെ ഭാഗത്തായിട്ട് ഒരു കിരാതമൂർത്തിയുടെ ബോർഡ് വെച്ചിട്ടുണ്ട്. അവിടെ കിരാതമൂർത്തിയുടെ ഒരു പ്രതിഷ്ഠ ഉണ്ട്. അവിടെ വിളക്ക് വയ്ക്കലും കാര്യങ്ങളൊക്കെ ഉണ്ട് എന്നുള്ളതാണ് ഇവിടുത്തെ
ഇത് കണ്ടാൽ നമുക്ക് മനസ്സിലാവുന്ന ഒരു കാര്യം. പക്ഷേ ഇതിലെനിക്ക് പറയാനുള്ള എന്താ വെച്ച് കഴിഞ്ഞാൽ, ഇത് ഇങ്ങനെ ഒരു പ്രൊട്ടക്റ്റഡ് ഏരിയ ആയിട്ടും അമ്പലത്തിനോട് ചേർന്നിട്ടുള്ള ഒരു ഭാഗമായിട്ട് തന്നെ ഇതിൻ്റെ ചുറ്റും ആളുകൾ വേസ്റ്റ് വലിച്ചെറിഞ്ഞിട്ടും പ്ലാസ്റ്റിക് ബാഗുകൾ കിടക്കുന്നതൊക്കെ നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ എന്താ പറയുക, ക്ഷേത്രങ്ങളായാലും അമ്പലങ്ങളായാലും പള്ളികളായാലും അതൊക്കെ സംരക്ഷിക്കപ്പെടേണ്ടത് തന്നെയാണ്. അപ്പോൾ അതിനെ നല്ല രീതിയിൽ നോക്കുക എന്നുള്ളത് നമ്മുടെ ഓരോരുത്തരുടെയും റെസ്പോൺസിബിലിറ്റിയാണ്. അപ്പോൾ കോമൺ ആയിട്ട് പറയുമ്പോൾ ഒരു സ്റ്റേറ്റ്മെൻറ്റ് എന്നുള്ള രീതിയിൽ പറയുമ്പോൾ നമ്മൾ ലിറ്റർ ചെയ്യാൻ പാടില്ല എന്നാണ് പറയുക. വേസ്റ്റ് പുറത്തിടാൻ പാടില്ല. അതിനൊക്കെ അതിൻ്റേതായിട്ടുള്ള മാർഗ്ഗങ്ങളുണ്ട്. വേസ്റ്റ് സ്വീകരിക്കുന്നവരുണ്ട്. ഇപ്പോൾ ഹരിതകർമ്മസേന പോലെ വന്നത് സ്വീകരിക്കുന്നവരുണ്ട്. യാത്രയിലായാലും നമ്മൾ റോട്ടിലേക്ക് മാലിന്യങ്ങൾ വലിച്ചെറിയാതിരിക്കുക. അതുപോലെ ഇതൊക്കെ സംരക്ഷിക്കപ്പെടേണ്ടവയാണ്. ഈ അമ്പലങ്ങളായാലും പള്ളികളായാലും മോസ്കുകളായാലും എല്ലാം സംരക്ഷിക്കപ്പെടേണ്ടത് തന്നെയാണ്. അപ്പോൾ അതിന് നമ്മളൊരു പ്രാധാന്യം കൊടുക്കണം എപ്പോഴും. കാരണം നമ്മൾ കഴിഞ്ഞിട്ട് ഇനി വരുന്ന തലമുറയ്ക്ക് നമ്മൾ ഇത് കണ്ട് ആസ്വദിക്കുന്ന പോലെ തന്നെ നമ്മൾ ഇനി വരുന്ന തലമുറയ്ക്കും നമ്മളിത് ഹാൻഡ് ഓവർ ചെയ്യണം എന്നുള്ളതാണ് അതിൻ്റെ ബ്യൂട്ടി. കാരണം നമ്മൾ എന്താ പറയുക, നമ്മളിലൂടെയാണല്ലോ നമ്മളെല്ലാവരും ഹിസ്റ്റോറിയൻസാണ്. നമ്മളൊക്കെ ചരിത്രകാരന്മാരാണ്. അപ്പോൾ വി ഓൾ ആർ കണ്ടംപററി ഹിസ്റ്റോറിയൻസ്. അപ്പോൾ നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടം ഇനി വരുന്ന തലമുറ കാണുമ്പോൾ അവർക്ക് കാണാൻ പാകത്തിൽ തന്നെ നമ്മൾ ഹാൻഡ് ഓവർ ചെയ്യുക എന്നുള്ളത് നമ്മുടെ റെസ്പോൺസിബിലിറ്റിയാണ്. അപ്പോൾ ഭൂമിയെ പ്രൊട്ടക്റ്റ് ചെയ്യുക, പ്രകൃതിയെ പ്രൊട്ടക്റ്റ് ചെയ്യുക എന്ന് പറയുന്നത് അതിന് നാശമാവുന്ന രീതിയിലുള്ള ഓരോ ആക്ഷൻസും നമ്മളുടെ ആരുടെ ഭാഗത്തുനിന്നും ഇല്ലാതിരിക്കുക. ഇവിടെ ശ്രദ്ധിച്ച വേറൊരു രസകരമായ കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ഇതിലൂടെ വാഹനങ്ങളുടെ സഞ്ചാരം ഇല്ലാത്ത കാരണം ഇവിടെ ഇപ്പോൾ പതിവായിട്ട് ആനകൾ ഇറങ്ങുന്നുണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ അതിനൊക്കെ ഈ ഇലക്ട്രിക് ഫെൻസിങ് കൊടുത്തിട്ടുള്ളത് ഒരു സഹായമാവുമെന്ന് വിചാരിക്കുക അല്ലേ. 7ഓളം ആനകൾ സ്ഥിരമായിട്ട് ഇതിൽ കൂടെ സഞ്ചരിക്കുന്നുണ്ടെന്നാണ് പറഞ്ഞത്. ഞാനിവിടുത്തെ ഒരു നാട്ടുകാരനെ കണ്ട് സംസാരിച്ചപ്പോൾ അദ്ദേഹത്തിൽ നിന്നും അറിയാൻ കഴിഞ്ഞതാണത്. അപ്പോൾ ആനകൾ ഇപ്പോൾ ഇതിൽ കൂടെ സഞ്ചരിക്കുന്നുണ്ട്, മനുഷ്യർ വരാതെ ഇപ്പോൾ എന്ന് പറയാം, വാഹനങ്ങൾ വരാം. ക്ഷേത്ര കവാടത്തിലുള്ള ഈ രൂപങ്ങൾ അതിമനോഹരമായി ചെയ്തിരിക്കുന്നതാണ്. മഹാവിഷ്ണു, കുതിരപ്പുറത്തിരിക്കുന്ന അയ്യപ്പൻ, പരമശിവൻ, ദുർഗ, ഗണപതി എല്ലാം നല്ല രീതിയിൽ തന്നെ പണികഴിച്ചിരിക്കുന്നു. അതുപോലെ തന്നെ എടുത്തു പറയേണ്ട ഒരു കാര്യമാണ് ഇവിടുത്തെ ആ മുരുകൻ്റെ ഒരു പ്രതിമ, മുരുകൻ്റെ ഒരു ശില്പം ഇവിടെ നിർമ്മിച്ചു വെച്ചിട്ടുള്ളത്. നമുക്ക് മലേഷ്യയിൽ നമ്മൾ കണ്ടിട്ടുണ്ട് ഇതുപോലെ ഒരു ശില്പം. മലേഷ്യയിൽ ഒരു മുരുകൻ്റെ വലിയ ശില്പമുണ്ട്. അതിനായിട്ട് കമ്പയർ ചെയ്യാൻ പറ്റില്ല, അത്ര വലുതൊന്നുമല്ല. പക്ഷെ എന്നാൽ കൂടി ഇത് ഒരു വളരെ നല്ല രീതിയിൽ തന്നെ ഈ പ്രതിമ ഇവിടെ ചെയ്തു വെച്ചിട്ടുണ്ട്. അതിനോട് ചേർന്നിട്ട് കുതിരപ്പുറത്തിരിക്കുന്ന അയ്യപ്പൻ്റെയും മഹാവിഷ്ണുവിൻ്റെയും ഗണപതിയുടെയും ദുർഗയുടെയും ഒക്കെ പ്രതിമകൾ അതിൻ്റെ കൂടെ തന്നെ ചെയ്തു വെച്ചിട്ടുണ്ട്. മൊത്തത്തിൽ നമ്മൾ പുറത്തുനിന്ന് നോക്കി കാണുമ്പോൾ അമ്പലത്തിന് വലിയൊരു ഭംഗി തന്നെയാണ് ഈ പ്രതിമകൾ കോൺട്രിബ്യൂട്ട് ചെയ്യണത്. അപ്പോൾ പാലക്കാട്ടേക്ക് പോകാൻ പുതിയ തുരങ്കം ഉപയോഗിക്കുന്നവർ തുരങ്കം കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങി കഴിഞ്ഞ് കഴിഞ്ഞാൽ ചെറിയൊരു യൂ ടേൺ എടുത്തിട്ട് ഇവിടെ വരെ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ മനോഹരമായ അമ്പലം കാണാം, തൊഴാം, പ്രാർത്ഥിക്കാം. അപ്പോൾ ഞാൻ പറഞ്ഞ മാതിരി തന്നെ മുന്നേ ഈ പാലക്കാട്ടേക്കുള്ള യാത്രയിൽ നമ്മൾ സ്ഥിരമായിട്ട് സഞ്ചരിച്ചിരുന്ന മാർഗ്ഗമാണിത്. സ്ഥിരമായിട്ട് കണ്ടേർന്നതാണ്. ഓടുന്ന വാഹനത്തിലായിട്ടിരുന്നാലും നമ്മുടെ പ്രാർത്ഥനകൾ എത്തിച്ചിരുന്ന ഒരു സ്ഥലമാണ്. അപ്പോൾ അവിടേക്ക് നമുക്ക് വരാൻ വേണ്ടിയിട്ട് വേണ്ടത് ആ കൂടി ഒരു യൂ ടേൺ തിരിയാന്നുള്ളത് മാത്രമേ ഉള്ളൂ. ഇറ്റ് വിൽ നോട്ട് ടേക്ക് മച്ച് ടൈം ഓഫ് യുവർ ബിസി ഷെഡ്യൂൾ. അപ്പോൾ ഒന്ന് വന്നിട്ട് ഇവിടെ ഒന്ന് തൊഴാൻ നോക്കുക. രസകരമായിട്ടുള്ളൊരു അമ്പലം, നല്ല ആംബിയൻസ്,
മനസ്സിന് കുളിർമ തരുന്ന അന്തരീക്ഷം. അപ്പോൾ ഇതെല്ലാവരും ഉപയോഗപ്പെടുത്തുക, ഈ ഒരു വഴി, ഈ ഒരു അമ്പലം. എല്ലാവരെയും ശ്രീ അയ്യപ്പൻ അനുഗ്രഹിക്കട്ടെ. ഹരി ഓം സത്സത്.